നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യ ബന്ധമുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്. പേരിന് പോലും നഗരം ക്ഷേത്രത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ഈ ക്ഷേത്രം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഒരു ഹൈന്ദവ ആരാധനാലയം എന്നതിലുപരിയായി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ചരിത്രത്തിലേക്ക് കടക്കാനുള്ള ഒരു പാലം കൂടിയാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ കുലദൈവമാണ് ശ്രീ പത്മനാഭസ്വാമി. അനന്തൻ എന്ന പാമ്പിൻ്റെ മുകളിൽ ശയിക്കുന്ന വിഷ്ണുവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുവിതാംകൂർ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിച്ചതിൽ പിന്നെ ശ്രീ പത്മനാഭദാസൻ എന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെടുന്നത് തന്നെ. ഏറെ നിഗൂഢതകളുള്ള രഹസ്യ അറയുടെ പേരിൽ പത്മനാഭപുരം ക്ഷേത്രം ചർച്ചയായിട്ടുണ്ട്. ബി നിലവറ ദിവ്യമായ നിഗൂഢതകളുടെ കേന്ദ്രമാണ്. ഗരുഡമന്ത്രങ്ങൾ കൊണ്ട് നാഗബന്ധനം ചെയ്തിരിക്കുന്ന ഈ നിലവറ തുറക്കാൻ മഹാമാന്ത്രികരായ സിദ്ധപുരുഷന്മാർക്ക് മാത്രമേ സാധിക്കൂ എന്നാണ് വിശ്വാസം. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണത്തിൽ വീണ്ടും രാജകുടുംബത്തിന് നിർണായക സ്വാധീനം കൈവന്നതോടെ ബി നിലവറ തുറക്കലിനുള്ള സാധ്യത ഇല്ലാതായി. ബി നിലവറയിൽ മറ്റ് നിലവറകളിലുള്ളതിനെ വെല്ലുന്ന നിധിശേഖരമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. ABCDEF എന്നിങ്ങനെ തിരിച്ചിട്ടുള്ള നിലവറകളിൽ പ്രധാനപ്പെട്ട ബി നിലവറ ദിവ്യമായ നിഗൂഢതകളുടെ കേദാരമാണ്. ഗരുഡമന്ത്രങ്ങൾ കൊണ്ട് നാഗബന്ധനം ചെയ്തിരിക്കുന്നു എന്നാണ് ഐതിഹ്യം. ഗരുഡമന്ത്രസിദ്ധി ലഭിച്ചവർക്കല്ലാതെ ഈ നാഗപാശം അഴിക്കാൻ കഴിയില്ല എന്നും വിശ്വാസമുണ്ട്. സാധാരണ മനുഷ്യനിർമ്മിതമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ നിലവറ തുറക്കാൻ ശ്രമിച്ചാൽ ക്ഷേത്രത്തിനും ദേശത്തിനും ഒരുപക്ഷെ രാജ്യത്തിനു തന്നെയും വൻ വിപത്തുകൾ സംഭവിക്കുമെന്ന് ഭയപ്പെടുന്നു. ഒരിക്കൽ ചില വേദപണ്ഡിതർ ഇത് തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. രാമവർമ്മ മഹാരാജാവിൻ്റെ സീമന്തപുത്രനും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ മുഖ്യ ശത്രുവുമായ പത്മനാഭൻ തമ്പി ക്ഷേത്ര നിലവറകളിലെ നിധി കൊള്ളയടിക്കാൻ കിങ്കരന്മാരെ നിയോഗിച്ച് ശ്രമിച്ചതായി രേഖകളുണ്ട്. എന്നാൽ നൂറുകണക്കിന് ദിവ്യനാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടുവെന്നും അതോടെ തമ്പിയുടെ കിങ്കരന്മാർ വിരണ്ടോടി എന്നുമാണ് പറയുന്നത്. 1908 നിലവറ തുറക്കാൻ ശ്രമിച്ചവർ മഹാസർപ്പങ്ങളെ കണ്ടു ഭയന്നു പ്രാണനും കൊണ്ടോടി എന്ന് തിരുവനന്തപുരം സന്ദർശിച്ച അമേരിക്കൻ സാംസ്കാരിക ഗവേഷക എമിലി ഗിൽക്രിച്ച് ഹാച്ച് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബി നിലവറയുടെ ഉള്ളടക്കത്തിൻ്റെ പേരിൽ വഴിമാറ്റപ്പെട്ടു എന്നും ഇതുവരെ കേട്ട ബി നിലവറ ശാപകഥകളെല്ലാം തന്നെ വെറും കെട്ടുകഥകൾ മാത്രമാണെന്നും ക്ഷേത്രത്തിലെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടാനാണ് ഇത്തരം ഐതിഹ്യങ്ങൾ പടച്ചുവിട്ടതെന്നുമാണ് ചരിത്രകാരൻ MG ശശിഭൂഷൺ പറയുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ മുന്നിലെത്തിയ വിഷയം യഥാർത്ഥത്തിൽ രേഖകളെക്കുറിച്ചും നഷ്ടപ്പെട്ട സ്വർണത്തെക്കുറിച്ചുമായിരുന്നു. മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ വിനോദ് റായിയുടെ റിപ്പോർട്ട് പ്രകാരം 1100-ലധികം സ്വർണ്ണ കലശക്കുടങ്ങൾ ഉണ്ടായിരുന്നു എന്നും ക്ഷേത്രത്തിലെ സ്വർണം ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു എന്നും പറയുന്നുണ്ട്. ഇതിലായിരുന്നു സുപ്രീം കോടതിയുടെ ശ്രദ്ധ പതിയേണ്ടിയിരുന്നത്. പക്ഷേ ചർച്ചകൾ ബി നിലവറയിലേക്ക് മാറുകയായിരുന്നു. ഐതിഹ്യങ്ങളുടെ പേരിൽ ജനങ്ങളുടെ ശ്രദ്ധ മാറി. നിലവറ ബി തുറക്കാൻ ശ്രമിച്ച ജഡ്ജിമാർക്ക് പരിക്കേറ്റതുൾപ്പെടെ ശാപങ്ങളും കഥകളും പ്രചരിച്ചു. എന്നാൽ യഥാർത്ഥ പ്രശ്നം നിധിയുടെ ദുരുപയോഗമായിരുന്നു എന്നും ശശിഭൂഷൺ പറയുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ ഭൂരിഭാഗവും അടിസ്ഥാനമില്ലാത്തവയാണെന്നും ചരിത്രകാരൻ MG ശശിഭൂഷൺ പറയുന്നുണ്ട്. ബി നിലവറ ഒരിക്കലും തുറന്നിട്ടില്ലെന്ന് പറയുന്നത് കളവാണ്. ഉത്രാടം തിരുനാൾ 7 തവണ നിലവറ തുറക്കാൻ രേഖാമൂലം അനുമതി നൽകിയിട്ടുണ്ട്. വിനോദ് റായിയുടെ റിപ്പോർട്ടിലും ഇക്കാര്യം പറയുന്നുണ്ട്. ബി നിലവറ ഇരട്ട നിലകളുള്ളതാണെന്നും ഒരു വാദമുണ്ട്. ഭൂമിക്കടിയിലേക്ക് ഒരു ഭാഗമുണ്ടെന്നാണ് പറയുന്നത്. വിദഗ്ധ സമിതിയുടെ ആക്ടിംഗ് ചെയർമാൻ എന്ന നിലയിൽ 1.5 വർഷക്കാലം നിലവറകളുടെ താക്കോലുകൾ അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. ശശിഭൂഷൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ശശിഭൂഷൺ ജില്ലാ ജഡ്ജിക്ക് താക്കോലുകൾ കൈമാറി എന്ന് പറയുന്നു. അത്തരമൊരു താക്കോൽ ശശിഭൂഷൺ കണ്ടിട്ടില്ലെന്നും ആണ് പറയുന്നത്. സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ബി നിലവറ തുറന്നില്ല. ACDE നിലവറകളിൽ എന്താണുള്ളത് എന്ന് നമുക്കറിയാം. 1931-32 കാലഘട്ടത്തിൽ ചിത്ര തിരുനാളിൻ്റെ ഭരണകാലത്ത് ക്ഷേത്ര നിലവറകളിലെ സാധനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു. ദീപിക, ദ ഹിന്ദു, ദി സർവീസ് എന്നിവയുൾപ്പെടെ നിരവധി പ്രമുഖ ദിനപത്രങ്ങളിൽ ആ വാർത്തകൾ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. അക്കാലത്ത് ബി നിലവറയിലെ സാധനങ്ങളും പരിശോധിച്ചിരിക്കാം എന്നും ശശിഭൂഷൺ പറയുന്നുണ്ട്. ബി നിലവറയുടെ താഴത്തെ നില പ്രധാന ശ്രീകോവിലിന്റെ അടിത്തറയാണെന്നും അതിനാൽ അത് തുറക്കരുതെന്നും മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അടുത്തിടെ പറഞ്ഞിരുന്നു.
ആ പ്രസ്താവന തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. താഴെ ഒരറയുണ്ട്, പക്ഷേ അത് പ്രധാന ശ്രീകോവിലിൻ്റെ അടിത്തറയല്ല, എന്നാൽ പരിപാവനമായ ഒരിടം തന്നെയാണെന്നും ശശിഭൂഷൺ ചൂണ്ടിക്കാട്ടുന്നു. ഈ പറയുന്ന അറ എപ്പോഴെങ്കിലും തുറന്നിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല. അത് ഒരു രേഖകളിലും പരാമർശിച്ചിട്ടില്ല. രാജകുടുംബത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ നടത്തിയ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന സൂചനയും ശശിഭൂഷൺ നൽകുന്നുണ്ട്. ക്ഷേത്രത്തിൽ നിന്നും പായസം കൊണ്ടുപോയ പാത്രങ്ങൾ വഴി സ്വർണം കടത്തി എന്നായിരുന്നു VS ഉന്നയിച്ച ആക്ഷേപം. എന്നാൽ ക്ഷേത്രത്തെക്കുറിച്ചോ അവിടെ പിന്തുടരുന്ന ആചാരങ്ങളെക്കുറിച്ചോ VSന് ധാരണയില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കം സത്യമായിരുന്നു എന്നാണ് ശശിഭൂഷൺ പറഞ്ഞുവെക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അമൂല്യ സമ്പത്ത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു എന്നതിനെക്കുറിച്ച് സുതാര്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം ഇതോടെ ശക്തമാകുന്നു. രാജകുടുംബത്തെയും ഭക്തരെയും ഒരുപോലെ മുൻമുനയിൽ നിർത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ശശിഭൂഷൺ നടത്തിയിരിക്കുന്നത്.